Hello guys, welcome to Suchita's Life Balance YouTube channel. യെസ്, ഇന്ന് കുറച്ച് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇൻട്രോ പറഞ്ഞത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സുചിതാസ് ലൈഫ് പാലറ്റ് യൂട്യൂബ് ചാനൽ. യൂഷ്വലി എൻ്റെ ഫാമിലി, എൻ്റെ കസിൻസ് എല്ലാം ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ നാട്ടിലത്തെ വിശേഷമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ വ്ലോഗ് മലയാളത്തിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വർക്ക്സ്. സോ ഇന്ന് ബേസിക്കലി ഇറ്റ്സ് എ സൺഡേ. എൻ്റെ നാട്ടിൽ നമ്മുടെ അസോസിയേഷൻ, ബേസിക്കലി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനാണ്, നേതാജി റെസിഡൻസ് അസോസിയേഷനാണ് നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേര്. സോ ഇതിൻ്റെ ഒരു പുതിയ ഓഫീസ് ബിൽഡിംഗ് ഇനോഗ്രേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് ആൻഡ് അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഒരു ദിവസമാണ്. സോ രണ്ടും കൂടി ഒരു നല്ലോണം ആഘോഷിച്ചൊരു ഡേ ആണ്. സോ 110 വീടുകളുള്ള ഒരു അസോസിയേഷനാണ് നമ്മളുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. സോ നമ്മൾ ആഘോഷങ്ങളുണ്ടെങ്കിലും എന്ത് ഫിനാൻഷ്യൽ സപ്പോർട്ടായാലും ഓർ നമ്മളുടെ നാട്ടിലുള്ള ഇഷ്യൂസ് ആയാലും എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് അസോസിയേഷനാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. അതുകൊണ്ട് ഇറ്റ്സ് ബീൻ മെനി ഇയേഴ്സ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൻഡ് നമ്മളുടെ അസോസിയേഷൻ്റെ, നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു പുതിയ ഓഫീസ്. സോ ഫൈനലി അത് ഈ സൺഡേ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റി. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. സോ നമ്മളുടെ ഈ ഒരു ഡേയിൽ ഓർ ഈ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വന്നവർ അബ്ബാസ് ബീഗം, നമ്മളുടെ ചെയർമാനാണ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ. അതുപോലെ തന്നെ പി ബാലകൃഷ്ണൻ നായർ, അഡീഷണൽ SP, കാസർഗോഡിൻ്റെ അഡീഷണൽ SP. അതുപോലെ തന്നെ മനോജ് പട്ടന്നൂർ. സോ ഇവരൊക്കെ ആയിരുന്നു സ്പെഷ്യൽ ഗസ്റ്റ് ആൻഡ് റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ. അതിൻ്റെ കൂടെ നമ്മളുടെ അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, നമ്മളുടെ പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും എല്ലാവരുടെയും ഒരു ടോട്ടൽ എൻഗേജ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ആൻഡ് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മളുടെ ഈ ഓഫീസ് ഇനോഗ്രേഷൻ വളരെ നല്ല രീതിയിൽ നടന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും, ബിക്കോസ് കുറേ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു ഈ ഒരു ഓഫീസ്. ആൻഡ് വേറൊരു സ്പെഷ്യാലിറ്റി ഈ NRA റെസിഡൻസ് അസോസിയേഷൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കുട്ടികൾക്കായാലും മുതിർന്ന ആൾക്കാർക്കായാലും ഒരു സ്കില്ലുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചാൽ അതിന് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു അസോസിയേഷനാണ് നമ്മളുടെ. ആൻഡ് എല്ലാവരും എല്ലാ രീതിയിലുള്ള ആർട്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് നമ്മളുടെ അസോസിയേഷൻ ത്രൂ കുറേ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യും, കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഓണം സെലിബ്രേഷൻ, ഇങ്ങനെയുള്ള എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളൊരു ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും, ഓണം സദ്യ, അങ്ങനെ ഭയങ്കര അടിപൊളിയാണ് ഈ അസോസിയേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും. ആൻഡ് 10th +2 ഡിഗ്രി PG ആൻഡ് ഡിഫറെൻറ്റ് അവാർഡ്സൊക്കെ കിട്ടിയ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അവരെ റെക്കഗ്നൈസ് ചെയ്ത് അവർക്ക് അവാർഡ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ. സോ ഭയങ്കര എൻകറേജിങ് ആണ് ഈ ഒരു അസോസിയേഷൻ. എല്ലാവരെയും അവർ കണ്ടുപിടിക്കും. എവിടെ നമുക്കറിയാത്ത ആൾക്കാരൊക്കെ നമ്മുടെ റെസിഡൻസ് ഈ 110 വീട്ടിൽ ഏത് വീട്ടിലുണ്ടെങ്കിലും അവരെ കണ്ടുപിടിച്ച് അവരെ റെക്കഗ്നൈസ് ചെയ്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു അസോസിയേഷനാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെങ്കിൽ അതും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും. സോ ഓവറോൾ ഒരു അസോസിയേഷൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഒരു അസോസിയേഷനിലുള്ളത്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സീനിയർ സിറ്റിസന്റെ ആൾക്കാരെ, ഓരോ പഞ്ചായത്തിലെ ആൾക്കാരെ അവരെ ഒത്തുചേർന്ന് അവരുടെ പോലീസ് വരെ ഇന്ററാക്ട് ചെയ്യുന്നു, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെ കുറെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പരാതിയോ അതുമായി ഒരു പ്രശ്നവും ഇതുവരെ എത്രയധികം എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന ഒരു ഏരിയയാണ് ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നാണ് ഈ വാർഡ് മെമ്പർ പറഞ്ഞത്. കാരണം നമുക്കറിയാം, വാർഡ് മെമ്പർമാരെ രാത്രിയും പകലും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന പല നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ആളുകൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കി നമ്മുടെ എല്ലാ മേഖലയിലും ചെയ്യുന്നത്. ഇവിടെ വിവിധ മതങ്ങൾ നമുക്കുണ്ട്. ഈ മതങ്ങളൊക്കെ അവരവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ മറ്റുള്ള റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു സ്വപ്ന പദ്ധതിയായ ഒരു സാംസ്കാരിക സ്ഥാപനം അടുത്ത് കവഴുകയും ചെയ്ത നിരവധി മുഖങ്ങൾ
പിള്ളേരെ കേട്ടോണേ പൈറ്റുമ്പം കരഞ്ഞൂടാ ഇടങ്ങാറാക്കി കൂടാ കേട്ടോണേ പിള്ളേരെ കേട്ടോണേ തമ്പാച്ചി മോലോ കൃത്യപ്പം തൊണ്ടമ്മ പിന്നെയും പറഞ്ഞു മടങ്ങുമ്പം പിള്ളേരെ പീടികയില് കയ്യിലുണ്ടി അപ്പിച്ചിക്കായി കരഞ്ഞു ഇതാണ് ഗ്രാമീണ നിഷ്കളങ്കതയില് മാസ്റ്റർ കുത്തി ഒലിച്ചു വരുന്ന ഈശ്വര കുഞ്ഞി മോളെ അമ്മന്റെ കൈപിടി മോളെ മോളെ എന്റെ മോനെ കൊന്നു. യെസ്, കണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ടാലൻറ്റഡ് കുട്ടികളുണ്ട്. ആൻഡ് ഈ ടാലൻറ്റഡ് കുട്ടികളുടെ ടാലൻറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് നേതാജി റെസിഡൻസ് അസോസിയേഷൻ. സോ നമ്മളുടെ ഇനോഗ്രൽ ഫംഗ്ഷൻ വളരെ നല്ല രീതിയിൽ നടന്നു. സോ രാവിലെ നമ്മളുടെ ഓഫീസ് ബിൽഡിംഗ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷമായിരുന്നു ജനറൽ ബോഡി മീറ്റിംഗ്. ആൻഡ് ഗായ്സ്, ഇന്നത്തെ ഫുഡ് ഞാൻ മെൻഷൻ ചെയ്തേ പറ്റൂ. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിച്ചൊരു ഫുഡായിരുന്നു. ഞാൻ കുറേ സമയമെടുത്ത് കുറേ ആസ്വദിച്ച് നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫുഡ് കഴിച്ച ശേഷം. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ യൂഷ്വലി റിപ്പോർട്ട് റീഡിംഗ് ഉണ്ടാവും. നമ്മുടെ സെക്രട്ടറി നമ്മുടെ ആനുവൽ റിപ്പോർട്ട് വായിക്കും. അതുപോലെ തന്നെ ട്രഷറർ, നമ്മുടെ അസോസിയേഷൻ്റെ ട്രഷറർ അക്കൗണ്ട്സ് ഡീറ്റെയിൽസും റിപ്പോർട്ട്സൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സമയമാണ്. സോ എല്ലാവർക്കും ബോത്ത് മലയാളം പിന്നെ കന്നഡ ലാംഗ്വേജിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ആൻഡ് നമ്മുടെ സെക്രട്ടറി, സോ ഈ പ്രാവശ്യത്തെ സെക്രട്ടറി സന്ദീപ് ഷെട്ടി ആയിരുന്നു. സോ അതിനുശേഷം റിപ്പോർട്ട് റീഡിംഗ്, അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം നെക്സ്റ്റ് വരുന്നതാണ് പുതിയ ഓഫീസ് ബെയറേഴ്സിൻ്റെ ഇലക്ഷൻ. സോ ഈ ഇയറിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ സെലക്ട് ചെയ്ത് ഓഫീസ് ബെയറേഴ്സൊക്കെ ആരായതിന് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റേജ്. സോ ഫൈനലി എല്ലാ ആനുവൽ റിപ്പോർട്ട് റീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കുറച്ച് മെമ്പേഴ്സിനൊക്കെ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനൊക്കെ സെലക്ട് ചെയ്ത് ഫൈനലി ഓഫീസ് ബെയറേഴ്സിൻ്റെ ഇലക്ഷൻ നടന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു നോ ദാറ്റ് നെക്സ്റ്റ് ഇയറുടെ സെക്രട്ടറി ആയിട്ട് സെലക്ട് ആയത് എൻ്റെ അച്ഛനായിരുന്നു, എ സുബ്ബണ്ണ റായ്. സോ അപ്കമിങ് 1 year എൻ്റെ അച്ഛനായിരിക്കും സെക്രട്ടറി ഓഫ് ദ അസോസിയേഷൻ. ആൻഡ് പ്രസിഡൻറ്റ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഇവരൊക്കെ ഇലക്ട് ചെയ്തു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരാന്നൊക്കെ ഉള്ളത് ഫൈനലൈസ് ചെയ്തു. സോ ഇതിന് ശേഷം കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. സോ ചെറിയ കുട്ടികളുടെ ഒരു 2-3 ഡാൻസും ആൻഡ് നമ്മുടെ നാട്ടിലുള്ള പാട്ട് പാടാൻ ആഗ്രഹമുള്ള അത്ര ടാലൻ്റായ ആൾക്കാർക്കൊക്കെ പാട്ട് പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ ആദ്യം ഡാൻസ് പെർഫോമൻസ് വീഡിയോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലാണ്ട് അവരുടെ ഡാൻസ് പെർഫോമൻസ് ഫുൾ വീഡിയോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.